So, welcome to Apple Product of the Year 2025. Yes, മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ആപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ദ ഇയറിൻ്റെ ഒരു കംപ്ലീറ്റ് സീരീസ് ബ്രേക്ക് ഡൗൺ നമ്മുടെ ചാനലിൽ മാത്രമാണ് ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോയിൽ കൊടുക്കാൻ പോകുന്ന കംപ്ലീറ്റ് അവാർഡ്സും എൻ്റെ പേഴ്സണൽ പ്രിഫറൻസും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസുമാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു പേഴ്സണലി. ഇതേപോലുള്ള ആപ്പിൾ കോണ്ടൻസും ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാണ്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാര്യമായിരിക്കും നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഫസ്റ്റ് കാറ്റഗറി ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് കുറച്ച് ഐഫോൺ എടുക്കാം. ഒന്നാമത്തെ 16E എന്ന് പറയുന്നത്, രണ്ടാമത്തെ 16, മൂന്നാമത്തെ 17. ഈ ഒരു കാറ്റഗറിയിൽ ഫസ്റ്റ് 16E നോക്കുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഐഫോണാണ് 16E എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മിസ് ചെയ്യും. ഒന്നാമത്തെ ഒരു ഡ്യുവൽ ക്യാമറ സിസ്റ്റം നിങ്ങൾക്ക് കിട്ടില്ല. രണ്ടാമത്തെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് ലഭിക്കില്ല. ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡൈനാമിക് എലൻറ്റും ബാക്കി ഒന്നും നിങ്ങൾക്ക് 16E ഈ 2024-25 സമയത്ത് പോലും ലഭിക്കുന്നില്ല. അടുത്തത് ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സെറ്റപ്പോ അല്ലെങ്കിൽ ഒരു മാക്സേഫ് സെറ്റപ്പോ നിങ്ങൾക്ക് 16E ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 16E നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പ്രൈസ് കൊടുത്താലും വർത്ത് ഇറ്റ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത് ഐഫോൺ 16 എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഈ 2025 അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മിസ്സാവും. എന്തൊക്കെയാണെന്നല്ലേ? ഒന്നാമത്തെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഒരു ബെറ്റർ ആൻഡ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സെൽഫി ക്യാമറ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ബാറ്ററിയുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത്രയും ക്യാഷ് കൊടുത്താലും ഒരു 40-45 ഒരു 50K വരെ നിങ്ങൾ 16 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും ലഭിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു കാറ്റഗറിയിലെ വിന്നർ എന്ന് പറയുന്നത് ഐഫോൺ 17 ആണ്. യെസ്, കാരണം നിങ്ങൾ കൊടുക്കുന്ന ഈച്ച് പെനിക്കും അതിൻ്റെതായ ഒരു വർത്ത് ഇറ്റ് ഈ ഒരു ഡിവൈസ് നിങ്ങൾ തരും. അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള 18 MP ഫ്രണ്ട് ക്യാമറ, ഇംപ്രൂവ് ആയിട്ടുള്ള ബാറ്ററി സെൽസ്, ഫാസ്റ്റർ ചാർജിങ് ആൻഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ജാം പാക്ക് ചെയ്തിട്ടാണ് 17 സീരീസ് ഈ ഒരു 2025 ലഭിക്കുന്നത്. സോ വേറൊരു കൺഫ്യൂഷൻ ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റും, ദ ബെസ്റ്റ് വാല്യൂ ഓഫ് മണി അവാർഡ് ഗോസ് ടു ഐഫോൺ 17. നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയാണ് മോസ്റ്റ് വേഴ്സറ്റൈൽ ആപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് 3 നോമിനേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ മാക് മിനി എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഐപാഡ് പ്രോ എന്ന് പറയുന്നത്, മൂന്നാമത്തെ മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് മാക് മിനിയിലേക്ക് നോക്കാം. മാക് മിനി എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മാക് സീരീസ് അല്ലെങ്കിൽ ഒരു വേഴ്സറ്റൈൽ പ്രൊഡക്റ്റ് സീരീസിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രൊഡക്റ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന M4 ചിപ്സെറ്റ് വരെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വയർലെസ് കണക്ടിവിറ്റി, വേഴ്സറ്റാലിറ്റി എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ നോമിനേഷനാണ് മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. ലൈറ്റ് ആൻഡ് പവർഫുൾ. ഈ 2 കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഓൺ സൈറ്റ് ഫീൽഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓൺ ദ വേ നിങ്ങൾക്ക് കാറിലോ ബസ്സിലോ വരുന്നവരെയും ഈ പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ നോമിനേഷൻ എന്ന് പറയുന്നത് ഐപാഡ് പ്രോ ആണ്. ഈ ഒരു പ്രോഡക്റ്റ് കുറച്ച് കാറ്റഗറി ഓഫ് പീപ്പിളിനാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ ഒരു ആർക്കിടെക്ചർ, രണ്ടാമത്തെ അതേസമയം സ്കെച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെയാണ് ഐപാഡ് പ്രോ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദ അവാർഡ് ഗോസ് ടു മാക് മിനി. ദ മോസ്റ്റ് വേഴ്സറ്റൈൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക് മിനി തന്നെയാണ്. എങ്ങനെയാണല്ലേ? വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത് മാത്രമല്ല, ഒരു വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത് അതിന് മൾട്ടിപ്പിൾ ലൈഫ് സ്റ്റൈലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ വേഴ്സറ്റാലിറ്റിക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. മൂന്നാമത്തെ കാറ്റഗറിയാണ് മോസ്റ്റ് പെർഫോമൻസ് പവർ ഹൗസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയിലും നമുക്ക് 3 നോമിനേഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ മാക്ബുക്ക് പ്രോ എന്ന് പറയുന്നത്, രണ്ടാമത്തെ മാക് സ്റ്റുഡിയോ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഐപാഡ് പ്രോ എന്ന് പറയുന്നത്.
ഐപാഡ് പ്രോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർഫുള്ളാണ്, വേഴ്സറ്റൈലാണ്. നിങ്ങൾക്ക് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അല്ലെങ്കിൽ കാറ്റഗറി ഓഫ് പീപ്പിളിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും യൂസ് ഉള്ളൂ. ഇപ്പോൾ സ്കെച്ച് ചെയ്യാത്ത ഒരാൾക്ക് വെറുതെ കിട്ടിക്കന്നെ വെറുതെ യൂട്യൂബോ അല്ലെങ്കിൽ സിനിമ കാണാനേ പറ്റുള്ളൂ, അല്ലാതെ വേറൊരു പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാൻ ഐപാഡിന് പറ്റില്ല. അങ്ങനത്തെ ഒരു സ്പെസിഫിക് ടാസ്കോ അല്ലെങ്കിൽ സ്പെസിഫിക് കാറ്റഗറി ഓഫ് പീപ്പിളിന് കൊടുക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ മാക് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. മാക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും പോയി പൊക്കാൻ പറ്റുമെങ്കിൽ പൊക്കി നോക്കുക. ആ ഒരു കനം നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സാധനം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ തന്നെ വെക്കാനേ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അതൊരു പോസിബിളായ കാര്യമില്ല. കാരണം അത്യാവശ്യം നല്ല ഹെവിയാണ് മാക് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അടുത്തതാണ് മാക് ബുക്ക് പ്രോ എന്ന് പറയുന്നത്. മാക് ബുക്ക് പ്രോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ യൂസ് ചെയ്യേണ്ടത് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവിടെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ പോർട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മാക് സ്റ്റുഡിയോയിലും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പോർട്സ് അവൈലബിൾ ആണ്. പക്ഷേ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹെവി ടാസ്കുകൾ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ ഗ്രാഫിക് ഇൻറ്റൻസീവായ വർക്ക് ചെയ്യണമെങ്കിൽ മാക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ക്യാരി ചെയ്യണമെങ്കിൽ പോലും, ഇപ്പം ഞാൻ മാക് മിനി പറഞ്ഞു, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ക്യാരി ചെയ്യാം. ആ ഒരു പ്രൊഡക്റ്റിനുള്ള മാക് മിനിയിലുള്ള നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹൈ എൻഡ് ഗ്രാഫിക്സ് വർക്ക് പോലും ചെയ്യാൻ പറ്റും. പക്ഷേ മാക് സ്റ്റുഡിയോ അതേപോലെ ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് പാക്കിലോ അല്ലെങ്കിൽ സ്ലിങ്ങർ ബാഗിലോ ഇടുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല ഹെവിയാണ്. ആ ഒരു സമയത്താണ് അതേ സെയിം പെർഫോമൻസ് തരുന്ന മാക് ബുക്ക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, മാക് ബുക്ക് പ്രോ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അൾട്ടിമേറ്റ്ലി ദ പവർ ഹൗസ് അവാർഡ് ഗോസ് ടു വൺ ആൻഡ് ഓൺലി മാക് ബുക്ക് പ്രോ. നമ്മുടെ അടുത്ത കാറ്റഗറിയാണ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയും ഹെൽത്ത് തന്നെയാണ്. കാരണം ഇപ്പോൾ ആപ്പിൾ വാച്ച് ഇല്ലെങ്കിലും ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റെപ്സ്, കാലറീസ് എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് 3 നോമിനേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്നാമത് ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത്, രണ്ടാമത് ഐഫോൺ, മൂന്നാമത്തെ ആപ്പിൾ വാച്ച് അൾട്ര എന്ന് പറയുന്നത്. ഐഫോണിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന വെയറബിൾസ് ഒന്നുമില്ലെങ്കിലും ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് സ്റ്റെപ്സും ബാക്കി എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആപ്പിൾ വാച്ച് അൾട്ര എന്ന് പറയുന്നത് എക്സ്ട്രീമായ പേർപ്പസിനും അതോടൊപ്പം എക്സ്ട്രീമായുള്ള ബാറ്ററി ലൈഫ് സപ്പോർട്ടിനുമാണ് ആപ്പിൾ വാച്ച് അൾട്ര നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ആപ്പിൾ വാച്ച് സീരീസ് 10 or 11 എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹെൽത്ത് ഫീച്ചേഴ്സ് എല്ലാം ആപ്പിൾ വാച്ച് അൾട്രയിലുള്ള പോലെ തന്നെ ആപ്പിൾ വാച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന അൾട്ര സീരീസ് അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് കൊടുക്കാൻ പോകുന്നത് ആപ്പിൾ വാച്ച് സീരീസ് 10 or 11 തന്നെയാണ്. കാരണം ഈ പറയുന്ന ആപ്പിൾ വാച്ച് അൾട്ര നിങ്ങൾക്ക് ബാറ്ററി ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും, വലിയ ഡിസ്പ്ലേ ഉണ്ടാവും, ആൻഡ് എക്സ്ട്രീം ആയിട്ടുള്ള എല്ലാ പേർപ്പസിനും ടെറൈൻസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഹെവിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല എക്സ്പെൻഡിച്ചറും ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് അൾട്രയിൽ നിങ്ങൾക്ക് വരേണ്ടി വരും. ഇനി ഐഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐഫോൺ ഈ ഒരു ഹെൽത്ത് ഫീച്ചേഴ്സിന് വേണ്ടിയല്ല ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റും, അതോടൊപ്പം സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാൻ പറ്റും, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഐഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇറ്റ്സ് നോട്ട് ബിൽഡ് ഫോർ ഹെൽത്ത് ട്രാക്കിംഗ് പർപ്പസ്. പക്ഷേ ആപ്പിൾ വാച്ച് സീരീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എല്ലാ കാര്യങ്ങളും ECG ആയിക്കോട്ടെ, ബ്ലഡ് ഓക്സിജൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹാർട്ട് റേറ്റ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും സീംലെസ് ആൻഡ് പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതും ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് എപ്പോഴും കാര്യം ചെയ്യാൻ പറ്റും. സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ പോലും എൻ്റെ ആപ്പിൾ വാച്ച് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. സോ നൺ അതർ ദാൻ ആപ്പിൾ വാച്ച് സീരീസ് 11 ആണ് ഈ ഒരു വട്ടത്തെ ഏറ്റവും വലിയ ഹെൽത്ത് കമ്പാനിയൻ എന്ന് പറയുന്നത്. അടുത്തൊരു പ്രൊഡക്റ്റാണ് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്സറി എന്ന് പറയുന്നത്. ഈ ഒരു കൊല്ലം ആപ്പിൾ കുറേയധികം ആക്സറീസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഐഫോൺ പോക്കറ്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഐഫോണിൻ്റെ ഏറ്റവും ഇമ്പ്രൂവ് ആയുള്ള ബാറ്ററി മാക്സേഫ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ എയർ ടാഗ് എന്ന് പറയുന്നത്. ഈ 3 പ്രോഡക്റ്റും എയർ ടാഗ് കുറച്ച് നാളായാലും ബെസ്റ്റ് സപ്പോർട്ടിങ് കാറ്റഗറിയിൽ ഈ ഒരു ഡിവൈസ് വരുന്നത് അത്രമാത്രം ആൾക്കാർക്ക് ഫേവറേറ്റ് ആയ ഒരു ആക്സസറീസ് ആണ്. നമുക്ക് ഐഫോൺ പോക്കറ്റിലേക്ക് നോക്കാം. ഐഫോൺ പോക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷേ എന്തുകൊണ്ട് ഐപോഡിൻ്റെ ഒരു പോക്കറ്റ് റിലീസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഐപോണിൻ്റെ സോക്സ് റിലീസ് ചെയ്തപ്പോൾ ആപ്പിളിന് കൊണ്ടുവരാൻ പറ്റിയ സെയിം ട്രെൻഡും ബാക്കി കാര്യങ്ങളും ഈ ഐഫോൺ പോക്കറ്റിനും കൊണ്ടുവരാൻ പറ്റി. സോ ആ ഒരു സെയിം ഗുഡ് വിൽ ഉണ്ടായതുകൊണ്ടാണ് ഐഫോൺ പോക്കറ്റ് കുറച്ചും ഹിറ്റായത്.
രണ്ടാമത്തെ മാക്സേഫിൻ്റെ ഒരു പുതിയ സെക്കൻഡ് ജനറേഷൻ പവർ ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാറ്ററി ബാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേറെ ഒരു മാക്സേഫ് ആക്സസറീസിലും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഐഫോൺ എയർ എടുത്ത ഒരു വ്യക്തിക്കല്ലാതെ ഈ ഒരു പവർ ബാങ്ക് യൂസ് ചെയ്യാനും പറ്റില്ല. അടുത്തത് എയർടാഗ് എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി നിങ്ങൾക്ക് എപ്പോഴും വിശ്വസിച്ച് ഒരു ഹേസൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഹേസൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനും നിങ്ങൾക്ക് എവിടെ വെക്കാനും നിങ്ങൾക്ക് പേടി വേണ്ടാത്ത ഒരു പ്രൊഡക്റ്റാണ് എയർടാഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കൊല്ലത്തെയും ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്സസറീൻ്റെ ഒരു അവാർഡ് പോകുന്നത് നമ്മുടെ സ്വന്തം എയർടാഗിൽ നിന്നാണ്. എയർടാഗ് ഉള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ പകുതി ട്രാവൽസും ഹാസൽ ഫ്രീ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ ഹാസൽ ഫ്രീ ആയിട്ട് ഞാൻ പോവാറ്. എൻ്റെ ബാഗിലും അതോടൊപ്പം എൻ്റെ എല്ലാ ട്രോളി ബാഗ്സിലും ഞാൻ എയർടാഗ് ഘടിപ്പിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് പോയാലും, അല്ലെങ്കിൽ ആ ട്രോളി എവിടെയെങ്കിലും പോയാലും എനിക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ പ്രോക്സിമിറ്റി, ഒരു ഡിസ്റ്റൻറ്റ് പ്രോക്സിമിറ്റി കഴിയുമ്പോൾ തന്നെ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരും, എൻ്റെ വാച്ചിൽ മെസ്സേജ് വരും, ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇത്ര ദൂരം മാറിയെന്ന്. അതുകൊണ്ട് തന്നെ എയർടാഗിൻ്റെ ഒരു സെക്യൂരിറ്റി ഇന്നും വേറെ ഒരു ആപ്പിൾ പ്രോഡക്റ്റിനും പ്രോമിസ് ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ്. സോ ഇനി ഈ ഒരു കൊല്ലത്തെ 2025 ആപ്പിൾ പ്രോഡക്റ്റ് ഓഫ് ദ ഇയർ ഏതാണ്? ഈ ഒരു അവാർഡ് പോകുന്നത് നമ്മുടെ സ്വന്തം ഐഫോൺ 17 ആണ്. യെസ്, ഈ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഈ ഒരു കൊല്ലത്തെ വൺ ആൻഡ് ഓൺലി പ്രോഡക്റ്റ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എടുത്തപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ബഡ്ജറ്റിനുള്ളിൽ തന്നെ വരുന്ന എല്ലാ പ്രോ ഫീച്ചേഴ്സും ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു ഡിവൈസിൽ ലഭിക്കാത്ത ഒരു എക്സ്ക്ലൂസീവ് പ്രോ ഫീച്ചർ എന്ന് പറയുന്നത്? ടെലിഫോട്ടോ ക്യാമറയാണോ? ടെലിഫോട്ടോ ക്യാമറ നിങ്ങൾ എത്ര പേര് ഡെയിലി ഫോട്ടോ എടുക്കാറുണ്ട്? ഇനി ലൈഡാർ സെൻസറാണോ? നിങ്ങൾ എത്ര പേര് ഈ പറഞ്ഞ ലൈഡാർ ഈ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് റൂം സ്കാൻ ചെയ്യാറുണ്ട്? ഇനി വേറൊരു കാര്യം, എക്സ്ട്രീം ആയുള്ള യൂസ്ഫുള്ളായ ബാറ്ററി. ഈ ഒരു ഡിവൈസിലും നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ബാറ്ററി ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സണൽ യൂസ് നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് ഒരു 18 മെഗാ പിക്സലിൻ്റെ, ആക്ച്വലി 24 മെഗാ പിക്സൽ ആണെങ്കിൽ പോലും ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള സെൽഫി ക്യാമറ സെൻസർ ഇതിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നുണ്ട്. ആൻഡ് ബെറ്റർ ആയിട്ടുള്ള ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള മാക്രോ ലെൻസും അതോടൊപ്പം മാക്രോ ക്യാമറ ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ക്യാമറ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസും ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നിങ്ങനെ വേണ്ട എല്ലാ പുതിയ പുതിയ പ്രോ ഫീച്ചേഴ്സും ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി ഈ ഒരു ബഡ്ജറ്റിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഐഫോൺ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ കാത്തിരുന്ന എല്ലാ ഫീച്ചറും അടങ്ങിയിരുന്ന ഐഫോൺ 17 ഇവിടെ ഇരിക്കുമ്പോൾ ഇനി വേറെ ഏത് ഡിവൈസിനും തേടിയാണ് നിങ്ങൾ പോകാൻ പോകുന്നത്? ഐഫോൺ എയറോ? ഐഫോൺ എയർ ഏറ്റവും നല്ല ബെസ്റ്റ് ഡിസൈനിങ്ങും അതോടൊപ്പം തന്നെ ഒരു മോസ്റ്റ് തിന്നസ്റ്റ് ആയിട്ടുള്ള ഡിവൈസിനും നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു ഏറ്റവും നല്ല ആപ്പിൾ പ്രോഡക്റ്റായിട്ട് ഈ ഒരു കൊല്ലം എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചൂസ് ചെയ്ത എല്ലാ പ്രോഡക്റ്റുകളും എൻ്റെ പേഴ്സണൽ ഫീഡ്ബാക്സിൽ നിന്നും അതോടൊപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഓരോ കാറ്റഗറീസും അവാർഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ കൊടുക്കുക. ഇതേപോലെ അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് യു ബിൻ സേവിയർ signing from Evika.